ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ബ്രേക്കപ്പിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു 5 വഴികൾ. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രണയബന്ധം തകരുന്നത് പലരെയും സംബന്ധിച്ച് ഇരുട്ടിലേക്ക് വീഴുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും പെൺകുട്ടികളാണ് ഒരു ബ്രേക്കപ്പിൽ ഏറ്റവും കൂടുതൽ ഭയാനകമായ സാഹചര്യത്തിലൂടെ കടന്നു പോകാറുള്ളത്. ഒരു സഡൻ ഡെത്ത്, പെട്ടെന്നുള്ളൊരു മരണം, അങ്ങനെ ഒരു ഫീലായിരിക്കും പലർക്കും ബ്രേക്കപ്പ് അതുണ്ടാക്കുന്നത്. ഒരു ബ്രേക്കപ്പ് പ്രതിസന്ധിയെ അതിജീവിക്കാനായിട്ട് സഹായകമാകുന്ന 5 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത്, നമ്മളെ തന്നെ സ്വയം നമ്മുടെ ആ സങ്കടം പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ സങ്കടം, ദുഃഖം അതെങ്ങനെയാണോ നമ്മുടെ ഉള്ളിൽ വരുന്നത് അത് അങ്ങനെ തന്നെ ദുഃഖിക്കാനായിട്ട് അനുമതി നൽകുക എന്നതാണ് ഫസ്റ്റ് കാര്യം. നമുക്കങ്ങനെ സങ്കടം വരും, തീർച്ചയാണ്. അല്ലെങ്കിൽ പിന്നെ എന്ത് പ്രണയമാണ്? അതുകൊണ്ട് തന്നെ നിങ്ങളെ ദുഃഖിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. അതായത് നിങ്ങൾക്ക് എത്രത്തോളം സങ്കടപ്പെടാൻ തോന്നുന്നു അത്രത്തോളം സങ്കടപ്പെടുക. കരയാൻ തോന്നുകയാണെങ്കിൽ കരയുക, തോന്നുന്നത് വരെ കരയുക. സുഹൃത്തുക്കളൊക്കെ പറയും, സാരമില്ല, ഓവർകം ഇറ്റ്, നിന്നെക്കൊണ്ട് പറ്റും, അങ്ങനെയല്ല. പക്ഷേ തൽക്കാലം ആ ദുഃഖത്തിൽ അതിൻ്റെ ആഴം നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രത്തോളം ആഴത്തിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാനും അതിന് സങ്കടപ്പെടുവാനായിട്ട് നിങ്ങളെ അനുവദിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ എനിക്ക് വിഷമമില്ലെന്ന് കാണിക്കാനായിട്ട് യാന്ത്രികമായിട്ടൊന്നും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ നിലനിൽക്കാതിരിക്കുകയാണ് നല്ലത്. ഇമോഷണലായിട്ട് എനർജി വെറുതെ കളയുകയാണ് അതിലൂടെ നമ്മൾ ചെയ്യുന്നത്. വെറുതെ പാർട്ടികൾക്കോ എൻഗേജ്മെൻറ്റുകൾക്കോ എല്ലാം പോയി മൂഡ് ശരിയാകുമെന്ന് നോക്കുന്നതിന് അതിനൊരു വിപരീത ഫലമാണ് ഉണ്ടാവാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ബ്രേക്കപ്പിന് ശേഷമുള്ള കുറച്ച് നാൾ സ്വസ്ഥമായിട്ട് നിങ്ങളുടെ ലോകത്ത് നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളെ സ്നേഹിച്ച് കഴിയുക. അതിനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. മാറ്റങ്ങളെ അംഗീകരിക്കുക. ബ്രേക്കപ്പ് എന്തുകൊണ്ട് സംഭവിച്ചുവെന്നോ എന്താണ് കാരണമെന്നോ വല്ലാതെ തല പുകയ്ക്കാതെ അതിനെ അങ്ങോട്ട് അംഗീകരിക്കുക. അതിനോടൊപ്പം തന്നെ മനുഷ്യർ മാറും, എല്ലായ്പ്പോഴും നമ്മുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കുകയില്ല അത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. തീർത്തും ആരോഗ്യകരമായ റിലേഷൻഷിപ്പും ചിലപ്പോൾ ബ്രേക്കപ്പിൽ കലാശിക്കാറുണ്ട്. അതിനെ സ്വാഭാവികമായ രീതിയിൽ കാണുകയാണ് നല്ലത്. അങ്ങനെ കാണുന്നത് കുറച്ച് കഷ്ടമായിരിക്കാം, പക്ഷേ അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. ഒന്നിൻ്റെയും അവസാനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം തുടർച്ചയാണ് എന്ന മനോഭാവമാണ് വളർത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. റിലേഷൻഷിപ്പിൽ നമ്മൾ അഭിമാനിക്കണം എന്നാണ് പറയുന്നത്. ബ്രേക്കപ്പ് ആയ റിലേഷൻഷിപ്പിനെ പാടെ മറന്നു കളയുക എന്നെല്ലാം പറയുന്നത് അത്ര നല്ല ചിന്തയല്ലെന്നാണ് ഇപ്പോൾ മനഃശാസ്ത്രജ്ഞരുടെ ഒരു പക്ഷം. പഴയ ആ ബന്ധത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകിയ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഊർജ്ജം നൽകിയ നിരവധി സംഭവങ്ങളും നിമിഷങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അതിൻ്റെ ആ നന്മയും ഊർജ്ജവും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. മറക്കേണ്ട കാര്യങ്ങൾ മറന്ന് ഓർക്കേണ്ട കാര്യങ്ങൾ ഓർത്ത് വേണം ജീവിതം തുടരാൻ എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. നമ്മൾക്ക് തന്നെ സ്വയം ഒരു കത്തെഴുതാനാണ് പറയുന്നത്. വളരെ സങ്കീർണമായ അവസ്ഥയിലൂടെ ആയിരിക്കും ബ്രേക്കപ്പ് കാലത്ത് ഒരാൾ കടന്നു പോകുന്നത്, അവരുടെ മനസ്സ് കടന്നു പോകുന്നത്. തുടരെ ചിന്തകളുടെ പ്രവാഹമായിരിക്കും സംഭവിക്കുക. മനസ്സാകെ ആശയക്കുഴപ്പത്തിൻ്റെ വക്കിലായിരിക്കും. മുൻ അനുഭവങ്ങൾ അവരെ അലട്ടുന്നുണ്ടാവും. അപ്പോൾ സ്വയം ഒരു കത്തെഴുതാൻ സാധിച്ചാൽ അത് വളരെ നന്നാകും. അതായത് ഒരു ഡയറി എഴുതുന്നത് പോലെ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ആ കത്തിൽ എഴുതുക. കരച്ചിലും സങ്കടവും വേദനയും എല്ലാം അതിൽ പ്രതിഫലിച്ചേക്കാം. പക്ഷേ മനസ്സിനെ സ്ഥിരതയോടെ നിലനിർത്താൻ വല്ലാതെ സഹായിക്കുന്ന ഒരു കത്തായിരിക്കും അത്. ഇത്തരത്തിലൊരു കത്തെഴുതുന്ന വഴി നമുക്ക് വളരെ വലിയൊരു റിലീഫ് ലഭിക്കുമെന്നാണ് മനഃശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, 5ാമത്തെ പോയിന്റ്. നിങ്ങളെ തന്നെ ഒരു രാജ്ഞിയോ ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു രാജകുമാരനോ രാജകുമാരിയോ ഒക്കെ ആയിട്ട് കാണാനാണ് പറയുന്നത്. ബ്രേക്കപ്പോ വിവാഹമോചനമോ അതൊന്നും അത്ര മോശം കാര്യമല്ല. അയ്യോ എല്ലാം പോയി എന്നുള്ള ഒരു ചിന്തയും ഉണ്ടാവാൻ പാടില്ല. ബ്രേക്കപ്പ് സംഭവിച്ചത് ആരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടായാലും ശരി, നിങ്ങളെക്കുറിച്ചുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് അത് കളയാതിരിക്കുക. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാകണം എന്നാണ് പറയുന്നത്. നിങ്ങളൊരു മാജിക്കൽ പേഴ്സണാണ്. നിങ്ങളുടെ വ്യക്തി പ്രഭാവത്തിൽ ജീവിതം ശോഭിക്കും. ആ മനോഭാവത്തിൽ വേണം തുടർന്നുള്ള ജീവിതം. അല്ലാതെ എൻ്റെ തെറ്റുകൊണ്ടല്ലേ അങ്ങനെയെല്ലാം സംഭവിച്ചത്, മുന്നുള്ള ബന്ധത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ ഇടയായത് ഞാൻ കാരണമാണല്ലോ, ഇനി അടുത്തതിൽ എന്താവും എന്ന തരത്തിലുള്ള അബദ്ധധാരണകൾ, അങ്ങനെയുള്ള എല്ലാ ചിന്തകളും പാടെ ഒഴിവാക്കുക.
അപ്പോൾ ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്നവരായിരിക്കും നമ്മളിൽ പലരും. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഇത്തരം ഒരു സാഹചര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും. അവർക്കെല്ലാം ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് ഒരുപാട് കുഴപ്പത്തിലാവുന്ന ആളുകളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. അത്തരം സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ ഇതിൽ പറയുന്ന പോലെ ഈ 5 വഴികളിൽ ഏതെങ്കിലും എല്ലാ രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക്